ഇന്ന് റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ഷൂട്ടിങ്ങുകളൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്തെല്ലാം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും ടെക്നിക്കൽ ക്രൂവിനെയും അതുപോലെ തന്നെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും അതുപോലെ തന്നെ ഇവിടെ എല്ലാ മീഡിയ പ്രവർത്തകരെയും ചാനലുകാരും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഫസ്റ്റ് പോസ്റ്റർ ഇവിടെ ഔദ്യോഗികമായിട്ട് റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തത് നമ്മുടെ പോളിങ്സ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ VFX വർക്കൊക്കെ ചെയ്ത് നമ്മുടെ പ്രൊമൈസിന്റെ ഗോകുലുണ്ട എന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ BGM ഒക്കെ ഒരുക്കിയത് നമ്മുടെ എമിലാണ് ഇതിന്റെ 4 പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്ന് സഹകരിച്ച ഈ ഫസ്റ്റ് ലുക്ക് റിലീസിന്റെ ഈ ഫംഗ്ഷനിൽ വന്ന് സഹകരിച്ച നിങ്ങളുടെ സാന്നിധ്യത്തിനും എല്ലാവർക്കും, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, ടെക്നിക്കൽ ക്രൂവിനും അതുപോലെ തന്നെ മീഡിയക്കാർക്കും എല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. എന്തായാലും വളരെയധികം സന്തോഷം. കാരണം എന്റെ 26ാമത്തെ വർഷമാണ് ഞാൻ ഈ പോസ്റ്റർ ഡിസൈൻ മേഖലയിലുള്ളത്. ഇതിൽ ഫസ്റ്റ് ടൈമാണ് ഒരു പോസ്റ്റർ ലോഞ്ചിന് വിളിച്ചതും വരാൻ സാധിച്ചതും ഇങ്ങനൊരു വേദി പങ്കിടാൻ സാധിച്ചതും അതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു ഡയറക്ടർ സർ. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതെനിക്ക് മാത്രം വരുന്നതല്ല, ഓൾമോസ്റ്റ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് റിലീസ് എന്ന് പറഞ്ഞ് വലിയ ക്യാപ്ഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം അതില് ഇവിടുത്തെ ഒരു വലിയ PR-ന്റെ റൈറ്റപ്പ് വരുമ്പോ അത് ആരെ ഡിസൈൻ ചെയ്തതെന്ന് മാത്രം ഉണ്ടാവില്ല, ബാക്കി എല്ലാ ക്രൂ മെമ്പേഴ്സിന്റെ ഉണ്ടാവും. അത് ഞാൻ പലപ്പോഴും അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടില്ലാത്തതിലും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. ഈ ചിത്രത്തിന് ഗംഭീര വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും പോസ്റ്റർ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? നമ്മുടെ ഷൈറ്റോ ചാകോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് തോന്നുന്നു. നമ്മൾ പോസ്റ്റർ റിലീസ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഓഡിയോ ലോഞ്ച് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ച് എന്ന് പറയുമ്പോഴും നമ്മൾ വിട്ടുപോകുന്ന കുറച്ച് ഘടകങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റർ ഇതുപോലെയാകും. കാരണം ഇതിൻ്റെ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്ന ഇവർ രണ്ടുപേരും നമ്മൾ മറന്നു പോകാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിനുശേഷം ഓഡിയോ ലോഞ്ചിൽ വരുന്ന സമയത്ത് സംഗീതവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചവർ, മ്യൂസിക് ഉണ്ടാക്കിയവർ, അല്ലെങ്കിൽ അതിൽ പാടിയവർ, അതിന് എഴുതിയവർ, ഇവരെയും നമ്മൾ അധികം മുന്നിലേക്ക് കൊണ്ടുവരാറില്ല. മ്യൂസിക് ഡയറക്ടറാണ് അധികം കൊണ്ടുവരാറ്. പിന്നെ ട്രെയിലർ ലോഞ്ച് എന്ന് പറയുമ്പോൾ ട്രെയിലർ ഉണ്ടാക്കിയവരെയും നമ്മളധികം പുറത്തേക്ക് കൊണ്ടുവരാറില്ല. എപ്പോഴും എല്ലാവരും നമ്മളെ വിളിച്ച് മുന്നിലേക്ക് മൈക്ക് കൊടുത്ത് വിടും അല്ലേ. അത് ആക്ടേഴ്സിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് ഈ ആക്ടേഴ്സിൻ്റെ വെച്ചിട്ടാണ് എല്ലാം മുന്നിലേക്ക് പബ്ലിഷ് ചെയ്യുന്നെങ്കിലും ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരെ നമ്മൾ മറക്കുന്നതാണോ അതോ മുന്നോട്ട് വരാത്തതാണോ? ഇപ്പൊ തന്നെ കോളിൻസിനെ കുറെ മുന്തി ഞാൻ വെറുതെ മൈക്കോർത്ത് ഇങ്ങനെ വിട്ടതാ. അല്ലെങ്കിൽ കോളിൻസ് അവിടെ എവിടെയെങ്കിലും നിന്ന് ഈ വർക്കൊക്കെ ചെയ്ത് ഇതിന്റെ ടെൻഷനും വെച്ച്
അങ്ങോട്ട് പോകും. മുന്നോട്ടായിട്ട് ഇവര് അങ്ങോട്ട് വരില്ല. കാരണം അവർക്ക് വർക്കാണ് അവരുടെ മനസ്സിൽ എപ്പോഴും, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ. ഇതിൻ്റെ ഇടയിൽ ഇവരറിയാതെ ആളുകൾ പോകും. ഇവരെയാണ് ശരിക്കും അറിയേണ്ടത്, ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നവരെ. നടന്മാർ അല്ലെങ്കിൽ ആക്ടേഴ്സ് എന്തായാലും തിയേറ്ററിൽ സ്ക്രീനിൽ വരുമല്ലോ, എന്തായാലും നമ്മൾ അറിയാതെ പോകില്ല. അപ്പോൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ, ആ ലൊക്കേഷനിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ലൊക്കേഷന് പുറത്തു നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇതിൻ്റെ കഷ്ടപ്പാട് അനുഭവിച്ച് മുന്നോട്ട് വരണം. ഇതിപ്പോൾ ഇതിൽ ഓഡിയൻസിൻ്റെ ഒരുപാട് വർക്കുണ്ട്. കാരണം ഞാൻ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ അത് ആ രീതിയിലേക്ക് ആക്കിയെടുക്കുന്നതാണ് ഇതിൻ്റെ മ്യൂസിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഷോട്ടുകളും. അത് എങ്ങനെയാണ് കാണിക്കേണ്ടത്, എപ്പോഴാണ് കാണിക്കേണ്ടത് എന്നുള്ളത്. ഈ പോസ്റ്റർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഷൈനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്യാൻ പോകണം. അപ്പൊ ഇന്റർവ്യൂവിന്റെ ബാക്ക്ഡ്രോപ്പിൽ വെച്ച പോസ്റ്റർ ഉണ്ടെങ്കിൽ ഇതാണോ ചോദിച്ചു. പറഞ്ഞല്ല, ഞാൻ കാണിച്ചു തരില്ല, റിലീസ് ചെയ്യുമ്പോൾ കണ്ടാൽ മതി. ഒരു സസ്പെൻസ് ആയിരുന്നു, ഷൈനും സസ്പെൻസ് ആയിരുന്നു. എന്തായാലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, ഇതിനകത്ത് ഷൈൻ ടോം ചാക്കോ ഫാദർ റിച്ചാർഡ് ജോസഫ്. മലയാളത്തില് ഷൈൻ ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു വൈദികനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞ ഇപ്പൊ ഷൈനെ വൈദികനാക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ പലരും എന്റെ അടുത്ത് പലരും പറഞ്ഞത് റിസ്ക് എടുക്കണോ. പക്ഷെ ഷൈനിനകത്ത് വൈദികനായിട്ട് വളരെ ഭംഗിയായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. വളരെ നല്ല പ്രകടനമാണ് ഇതിനകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിനകത്ത് കൊച്ചച്ഛനായിട്ട് അഭിനയിച്ച റാവൽ. അല്ല, ഒത്തിരി സന്തോഷം. ഈ പടത്തിൽ ഭാഗമാകാൻ പറ്റിയതും ഷൈൻ്റെ കൂടെ 4ാമത്തെ പടമാണ് പടം. ഈ ഒരു പടം ഇനിയും പഠനം ഇവരോടൊപ്പം ഇനിയും പഠനം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഇവിടെ വന്ന് ചേർന്നത് എല്ലാവർക്കും. കോളൻസ് അടിപൊളി, വണ്ടർഫുൾ പോസ്റ്റർ. താങ്ക് യു. താങ്ക്സ് അഗൈൻ. താങ്ക് യു. ഈ സിനിമയില് ഒരു കോൺവെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കോൺവെന്റ് ഒരു മദറായിട്ട് അഭിനയിച്ച ആളുണ്ട്, രമ്യ സുരേഷ്. ഈ വേഷത്തിലല്ല കോൺവെന്റിൽ കന്യാസ്ത്രീ. നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് താങ്ക്സ് എനിക്ക് ഇതുപോലൊരു ക്യാരക്ടർ തന്നതിന്. നിങ്ങൾ ഇതുവരെ കണ്ട ഒരു ക്യാരക്ടർ അല്ല, കുറച്ച് വ്യത്യസ്തമായിട്ട്. ദാരിദ്ര്യം നിറഞ്ഞ അമ്മയിൽ നിന്നൊരു മാറ്റം. അതെ, തീർച്ചയായിട്ടും. മദർ സൂപ്രണ്ടന്റ് ആണ്. അപ്പോൾ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് തന്നെ അവരുടെ ആ രീതികളൊക്കെ എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിരുന്നു. അതുകൊണ്ട് നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ സിനിമയും നല്ലൊരു വിജയത്തിലെത്തട്ടെ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതിനകത്ത് വികാരിയച്ഛനായിട്ട് അഭിനയിച്ച നമ്മുടെ രാജേഷ് പറവൂർ ഈ സിനിമയിൽ തുടക്കം തുടങ്ങിയ അവസാനം വരെ മുഴുനീള കഥാപാത്രമായിരുന്നു. വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പറയും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ കോമഡി സ്കിറ്റുകളും കോമഡി ക്യാരക്ടേഴ്സൊക്കെ കണ്ടിട്ടുള്ളൂ. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഗാരിയച്ചൻ്റെ ഒരു വേഷമാണ് ഈ ചിത്രത്തിൽ എനിക്ക് കിട്ടിയത്. ആ ക്യാരക്ടർ തന്നെ ഏൽപ്പിച്ചതിന് ഞാൻ ആദ്യം ഇതിൻ്റെ ഡയറക്ടറോട് നന്ദി പറയുകയാണ്. വളരെയേറെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. അപ്പോൾ പടം ഗംഭീര വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ ഇതിനകത്ത് 4 കന്യാസ്ത്രീകളായിട്ട് അഭിനയിച്ച 4 പേരുണ്ട്. അതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്ത ആളാണ് ദേവിക ജെന്നി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് അഭിനയിച്ചത്. സന്തോഷം. ഇത് എല്ലാം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ജിഷോയുടെ ഈ ഒരു സംഭവം ഒന്നും നേരത്തെ ഷൈനിന്റെ കാര്യം പറഞ്ഞ പോലെ പറഞ്ഞില്ല. കുറച്ച് സസ്പെൻസ് ഒക്കെ ആയിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പടം എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കും എന്നാണ് നമ്മുടെ ഒരു ഹോപ്പും എക്സ്പെക്ടേഷനും. സോ എല്ലാവരും വന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും താങ്ക് യു സോ മച്ച്. എല്ലാം ഭംഗിയാവട്ടെ. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു അച്ഛന്മാരുടെ പടമാണ്. പക്ഷെ ഇതിനകത്തൊരു റൊമാൻറ്റിക് ഹീറോ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റേഴ്സ് കടന്നു അടുത്തേക്ക് വന്നു. ഹായ്, നമസ്കാരം.
ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് എൻ്റെ ഒരു പ്രോജക്റ്റ് ഫൈനലി ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പുറത്തോട്ട് വരുന്നത്. കുറച്ച് നാളായി റിലീസ് ഒരെണ്ണം പ്രോപ്പറായിട്ട് വന്നിട്ട്. റൊമാൻസ് ഒരുപാട് റൊമാൻറ്റിക് ഒരു റൊമാൻസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ റൊമാൻസും ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് ആണ്. ഞാൻ ഇതേവരെ ചെയ്തിട്ടുള്ള ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ക്യാരക്ടറാണ്. ആൻഡ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു ഈ ഒരു സെറ്റിൽ വെച്ചിട്ടാണെങ്കിലും ഈ ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണെങ്കിലും. ഞങ്ങളുടെ ആ ഒരു ലൈക്ക് ഞങ്ങളൊരു ലൊക്കേഷൻ 90% ഓഫ് ദ ടൈം ഒരു സെയിം സ്ഥലത്ത് തന്നെയായിരുന്നു ലൊക്കേഷൻ. അപ്പോൾ അവിടെ എല്ലാവരും ആ ഒരു ബോണ്ടിങ്ങും ആ ഒരു റാപ്പും ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് സോ മച്ച് ഫൺ ടു വർക്ക് വിത്ത് ഷൈൻ ചേട്ടൻ, ബാക്കി എല്ലാവരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും കഴിയുന്ന പോലെ തിയേറ്ററിൽ പോയി പടം കാണണം, വിജയിപ്പിക്കണം, പ്രാർത്ഥിക്കണം. താങ്ക് യു. ഇനി അറിയാൻ സംസാരിക്കുന്ന കന്യാസ്ത്രീകളൊക്കെ എല്ലാവരും കാണണ്ടേ? ചേട്ടൻ നമ്മുടെ ഇതിനകത്തൊരു SHO പോലീസ് തന്നെയാണ്. എണ്ണി പറയണമെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പൊ എന്തായാലും ഇതൊരു റിസർച്ചായിട്ടാണ്, ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. പറയണ്ടല്ലേ? അപ്പൊ അത് അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ അച്ഛൻ്റെ തോക്കണ്ട, കുരിശു നോക്കിയാൽ മതി. ഓക്കെ, താങ്ക്സ്. ഓക്കെ, നമ്മുടെ കന്യാസ്ത്രീകളായിട്ട് അഭിനയിച്ചിട്ടുള്ളവരൊക്കെ ആസ്മിൻ, റിസ്വാന, ഇള, പിന്നെ സ്വീറ്റി, ഇവർക്ക് ഇതിനകത്ത് കന്യാസ്ത്രീ വേഷം പിന്നെ കന്യാസ്ത്രീ വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഇവര് 3 പേരും കന്യാസ്ത്രീകളായിട്ടില്ല, കന്യാസ്ത്രീകളാവാൻ വേണ്ടി കോൺവെന്റ് ചേർന്നിട്ടുള്ളവരാണ്. അങ്ങനത്തെ ബാക്കി 2 പേരും കന്യാസ്ത്രീകളായി. ഓക്കെ, മദറിന്റെ ശിഷ്യകൾ. ഓക്കെ, എന്തെങ്കിലും പറയണമെങ്കിൽ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതിന്റെ ഫസ്റ്റ് മലയാളം മൂവിയാണ്. പ്രൊഫഷണലി ഞാൻ DJ ആണെങ്കിലും അതിൽ ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കന്യാസ്ത്രീ അങ്ങനത്തെ ഒരു റോൾ തന്നെ ഫസ്റ്റ് കിട്ടി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ജിസോ സർ, താങ്ക് യു സോ മച്ച് ഫോർ ചൂസിങ് മീ. എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി ടു വർക്ക് വിത്ത് ദീസ് പീപ്പിൾ. ഒരു 30 ദിവസം ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ജേർണി ആയിരുന്നു. ഒരു ഭയങ്കര സീരിയസ് ഒരു സെറ്റിംഗ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എൻ്റെ ലൈഫിൽ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ആയിട്ട് ഞാൻ എന്നെ കണക്കാക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി സർ. നിതയ്ക്ക് 2 വാക്ക് പറയണമെന്ന് ആഗ്രഹമുള്ളൂ. പോകും എല്ലാവരും എന്നെ കോമഡി സ്കിറ്റുകളിലൂടെയൊക്കെ ആയിരിക്കും കണ്ടുപരിചയം. കുറേയേറെ മലയാള സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട്, അതും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് എന്നെ സെലക്ട് ചെയ്ത ജിസോ ചേട്ടൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ നമ്പർ കൊടുത്ത സ്വീറ്റി മോൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അപ്പോൾ ഈ സിനിമ ഒരു വലിയ വിജയമായിട്ട് അതിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും നല്ല നല്ല അവസരങ്ങൾ കിട്ടുവാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കും. സിനിമയില് ഹസ്ബൻഡായിട്ട് അഭിനയിച്ചത് മണിയന്തോന്റെ ക്യാരക്ടർ നമ്മുടെ എല്ലാവർക്കും നമസ്കാരം. ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ജിസോ സാറിന്റെ വെബ് സീരിയലിലൂടെയാണ് കുറച്ച് വേഷങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങിയത്. അദ്ദേഹം എങ്ങനെയോ എന്നെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പടം തുടങ്ങുന്ന ആ ഒരു സമയമായപ്പോൾ സാറ് എന്നെ വിളിച്ചു, ബെൻചേട്ട ഞാനൊരു വേഷം തരുന്നുണ്ട്, അത് ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു, നന്നായിട്ട് ചെയ്തോണം കേട്ടോ. ഞാൻ വളരെ സന്തോഷം. എന്തായാലും എൻ്റെ മനസ്സിലോർത്ത് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ഏൽപ്പിക്കാൻ ആ കാണിച്ച മനസ്സിനെ നന്ദി പറയുന്നു. എന്ന് മാത്രമല്ല, ഈ സിനിമയിൽ ചെയ്ത ദിവസങ്ങളെല്ലാം തന്നെ വളരെ തൃപ്തികരമായ രീതിയിൽ നമ്മൾ ആ ലൊക്കേഷനിൽ വളരെ മനോഹരമായ രീതിയിലും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹാപ്പി മൂഡിലാണ് ഞങ്ങളൊരു സിനിമ. അത്രയും ദിവസം ഭയങ്കരമായ ആ ഒരു സപ്പോർട്ടും എല്ലാവരും സഹകരണത്തോടു കൂടി മാത്രം വന്നൊരു ചിത്രമാണ് ഇത്. വളരെ നല്ല വിഷ്വൽസും കാര്യങ്ങളും അതൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ മനോഹാരിത. ആ ഒരു കഥാപാത്രത്തെ എന്നെ ഏൽപ്പിച്ച ജിസോ സാറിന് ഞാൻ നന്ദി പറയുന്നു. വളരെ നല്ലൊരു പടമാണ്. എൻ്റെ ഒരു കഥാപാത്രത്തെ ആ ഒരു രീതിയിലേക്ക് എനിക്ക് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഈ പടം എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, വിജയിപ്പിക്കണം. ഇതിൻ്റെ കൂടെ സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. ഒപ്പം സാറും താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. കുറച്ച് ആർട്ടിസ്റ്റുകളോട് നിൽക്കുന്നുണ്ട് എല്ലാവരും.
പിന്നെ വന്നിട്ടുള്ള എല്ലാ ടെക്നിക്കൽ ക്രൂവിനും എല്ലാ മീഡിയകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇത് ഒന്നുകൂടി പ്ലേ ചെയ്യണം. ഇത് നമ്മളിതിനകത്ത് അഭിനയിച്ചിരുന്ന കിച്ചു ഇതിനകത്ത് നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. കിച്ചുവിനും എല്ലാവിധ ആശംസകളും. സിനിമ കണ്ടു കഴിയുമ്പോൾ അറിയാമല്ലോ എന്റെ പെർഫോമൻസ്. ഓക്കെ, താങ്ക് യു.